വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാ സൊല്യൂഷൻസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കളർ സ്കീം നമ്മൾ റിവിറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കളർ സ്കീം എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ ഒരുപാട് റൂംസിൽ ഒരു ഫ്ലോർ പ്ലാൻ ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു റൂംസിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് കളേഴ്സാണ് ഓരോരോ റൂമിലും അല്ലെ ഓരോരോ കാറ്റഗറിയിലും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ പ്ലാൻ എന്നുണ്ടെങ്കിൽ ബെഡ്റൂം ഉണ്ടാവും, കിച്ചൺ ഉണ്ടാവും, അതുപോലെയുള്ളപ്പോൾ അതെല്ലാം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഡയഗ്രാമിൽ തന്നെ കാണിക്കണം. ആ ഡ്രോയിങ്ങിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാച്ചസ് ഫില്ല് ചെയ്യും. നെക്സ്റ്റ് ഓപ്ഷനാണ് നമുക്ക് കളേഴ്സ് കൊടുക്കുക. ഓരോരോ കളേഴ്സായിട്ട് നമുക്ക് കൊടുക്കാം. അതെന്തുകൊണ്ടാണ് നമ്മൾ കളേഴ്സ് കൊടുത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 or 2 ഫ്ലോർസ് ഉള്ളിടത്ത് നമുക്കിതിൻ്റെ ആവശ്യം വലിയ കാര്യമായിട്ട് വരുന്നില്ല. വി ക്യാൻ റൈറ്റ് ഇറ്റ് ഓവർ ബൈ ടെക്സ്റ്റ്. പക്ഷേ നമുക്ക് ഒരുപാട് ഫ്ലോർസ് ഉള്ള ഒരു ഹൈ റൈസ് ബിൽഡിങ്സ്, അതർവൈസ് വലിയ അപ്പാർട്ട്മെൻറ്റ്സ് അങ്ങനെ വല്ല വരുമ്പോഴത്തേക്കും ഒരേ പ്ലാൻ തന്നെയായിരിക്കും റിപ്പീറ്റ് ആവുക. അതർവൈസ് ഒരേ കോമ്പണൻറ്റ്സ്, കിച്ചൺ ആണെങ്കിൽ കിച്ചൺ അത് എല്ലാ ഫ്ലോറിലും കാണും, അതേപോലെ തന്നെ ബെഡ്റൂം, ലിവിങ് റൂം എല്ലാം കാണും. അപ്പോൾ ആ ഒരു കാറ്റഗറിനകത്ത് ആ ഒരു കളർ കൊടുത്താൽ മതി. അത് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു കളറിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പിങ്ക് കളറിനുണ്ടെങ്കിൽ പിങ്ക് കളറിന് പറയുന്നത് കിഡ്സ് റൂമാണ് എന്നുള്ള ഒരു രീതിയിൽ നമുക്കത് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഡെഫിനേഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കളർ സ്കീം യൂസ് ചെയ്യുന്നത്. അതിൽ 2 ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ബൈ നെയിം വൈസ് നമ്മൾ നെയിം കൊടുത്തിട്ട് ഒരു റൂംസിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഇപ്പോൾ അതർവൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരേ ഫ്ലോറിൽ തന്നെ ഈവൻ അഫീഷ്യലായിട്ടുള്ള സ്പേസസ് കാണും, അല്ലാതെ നമുക്ക് റെസിഡൻഷ്യൽ ആയിട്ടുള്ള സ്പേസസും കാണും, മീൻസ് റൂംസും കാണും. അപ്പോൾ ആ ഒരു റെസിഡൻഷ്യൽ എന്ന് വരുമ്പോഴത്തേക്കും റെസിഡൻഷ്യൽ എന്ന് പറയുന്നത് ടോട്ടൽ ഒരു ബ്ലോക്കാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വരുന്ന എല്ലാ റൂംസും ആ ഒരു റെസിഡൻഷ്യൽ അണ്ടർ തന്നെ വരും. അതേപോലെ ഒഫീഷ്യലായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാഫ് റൂം കാണും, അതർവൈസ് കോൺഫറൻസ് റൂം, ഇതുപോലെ കുറേ സംഭവങ്ങൾ അങ്ങനെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സെഷനകത്ത് നമ്മൾ ഫസ്റ്റ് ടൈപ്പ് എങ്ങനെയാണ് ബൈ നെയിം നമ്മൾ കളേഴ്സ് അപ്ലൈ ചെയ്യുന്നതിനുള്ളത് നോക്കാൻ പോവാം. ഇതിനകത്ത് ഒന്നുമല്ല, ഇപ്പോൾ ഞാനൊരു പ്ലാൻ എടുത്തിരിക്കുന്നുണ്ട്. ലെവൽ 2 ഫ്ലോർ പ്ലാനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ അവൈലബിൾ എന്ന് പറയുന്നത് ബെഡ്റൂം 2 ഉണ്ട്, പിന്നെ കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോർ, ഡ്രോയിങ് റൂം, അതർവൈസ് ലിവിങ് റൂം, വോട്ടെവർ. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിനെ വെച്ചിട്ടാണ് നമുക്ക് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഈ റൂം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. റൂം ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് ആർക്കിടെക്ചറിൽ പോകുമ്പോഴത്തേക്കും ഇവിടെ റൂം ആൻഡ് ഏരിയ എന്നുള്ള ആ ഒരു പാനലിനകത്ത് റൂമിനുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ക്ലോസ്ഡ് വാൾസും വിത്ത് ഡോറും ആണെന്നുണ്ടെങ്കിലും വി ക്യാൻ സെഗ്രിഗേറ്റ് ഇറ്റ് ആസ് എ റൂം. ബട്ട് നമുക്ക് ക്ലോസ്ഡ് വാൾസ് ഒന്നും ഇല്ല, വരാന്ത അല്ലെങ്കിൽ കാർ പോർച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള വാൾസ് കാണത്തില്ല. അപ്പോൾ അങ്ങനെ അതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ദറ്റ് റൂം സെപ്പറേറ്റഡ്. അത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. റൈറ്റ് നൗ നമ്മൾ റൂം കൊടുക്കാൻ പോവുക. റൂമിനുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ആദ്യം ഈ ഡ്രോയിങ് റൂമിനകത്ത് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് റൂം 1 വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ റൂം 2, റൂം 3, റൂം 4 ഇതൊക്കെ ഡീഫോൾട്ട് ആയിട്ടുള്ള പേരാണ്. നമുക്ക് ഇത് സ്റ്റേക്കേഴ്സാണ്, നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഇതിനെ കളർ സ്കീം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ചേഞ്ച് ദ ഡീഫോൾട്ട് നെയിം. ആ ഡീഫോൾട്ട് നെയിം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലിവിങ് റൂം എന്നുള്ളത് ഞാനിവിടെ കൊടുക്കുക. ഓക്കെ, അടുത്തത് ഈ റൂമിനകത്ത് ബെഡ്റൂമിനുള്ളത് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ വർക്ക് ഏരിയ, ഇവിടെ ആകുമ്പോൾ കിച്ചണ് കൊടുക്കാം. ഓക്കെ, ഇവിടെയും ബെഡ്റൂമാണ്. സോ നമ്മൾ ഒരേ കാറ്റഗറിയിൽ തന്നെ ലിസ്റ്റ് ഔട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു റൂമിനെ ബെഡ്റൂമിന് തന്നെ ഇവിടെയും കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ 2 റൂമിനും ഒരേ കളറായിരിക്കും ആക്സസ് ആവുന്നത്. ഓക്കെ, എല്ലാ റൂമിനും നമ്മൾ പേര് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്കൊന്ന് സ്കെഡ്യൂളിലോട്ട് പോയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനകത്ത് പ്രോജക്റ്റ് ബ്രൗസറിനകത്ത് നമുക്കിവിടെ ഷെഡ്യൂൾ ആൻഡ് ക്വാൻറ്റിറ്റീസ് എന്നുള്ളത് ഉണ്ടാവും. അവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ന്യൂ സ്കെഡ്യൂൾ ആർ ക്വാൻറ്റിറ്റീസ് എന്നുള്ളത് നമുക്ക് കിട്ടും. അതിന് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എനിക്ക് ചോദിക്കുന്നത് എന്താണ് കാറ്റഗറി എന്നുള്ളത്. ഇപ്പം ഞാൻ സ്ക്രോൾ ചെയ്തിട്ട് റൂമിനുള്ളതാണ് എടുക്കാൻ പോകുന്നത്. റൂംസിൻ്റെ സ്കെഡ്യൂളാണ് നമ്മൾ ഇടാൻ പോകുന്നത്. സോ നമ്മൾ റൂം എന്നുള്ളതാണ് സെർച്ച് ചെയ്ത് എടുക്കേണ്ടത്.
ഇവിടെ റൂംസിനുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രോപ്പർട്ടീസാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നെയിം, അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ നെയിമും ഡിപ്പാർട്ട്മെൻറ്റും ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കാം. നെയിം വൈസ് എങ്ങനെയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് പഠിക്കാം. ഓക്കെ, നെയിം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ആഡ് പാരാമീറ്റേഴ്സ്. ഇവിടെയാണ് നമ്മുടെ കറണ്ട് പാരാമീറ്റേഴ്സ് വരാൻ പോകുന്നത്. ഇവിടെ അവൈലബിൾ ഫീൽഡ്സ് ഉണ്ട്. ഈ അവൈലബിൾ പാരാമീറ്ററിലിരുന്ന് നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് ഇടുകയാണ്. ഓക്കെ, നെയിം ക്ലിക്ക് കൊടുത്തു. പിന്നെ ഉള്ളത് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങോട്ട് കൊടുത്തു. നെയിം ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ്സും നെയിമും, ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പേര് കൊടുത്തിട്ടില്ല, സോ ആ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടില്ല. ഇവിടെ നെയിം എന്നുള്ളത് നമ്മൾ നെയിം കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇത്രയും റൂംസ് നമ്മൾ സ്കെഡ്യൂളാക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യാം, ലെവൽ 2 പോകാം. ലെവൽ 2 പോകുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ അനോട്ടേറ്റിനകത്ത് പോകാം. അനോട്ടേറ്റിനകത്ത് പോയിട്ട് ഇവിടെ കളർ ഫിൽ ലെജൻഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഈ ലെജൻഡ് എന്ന് പറയുന്നത് ഒന്നുമല്ല, ഒരു ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കളർ സ്കീം ഇപ്പോൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഡീഫോൾട്ടായിട്ടുള്ള കളർ സ്കീമാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. അത് നമുക്ക് കാണിക്കാം. അപ്പോൾ അതിനകത്ത് ആ ലെജൻഡ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, അതൊരു ഇൻഡെക്സ്. ഇപ്പോൾ ഇന്ന കളറ് ഈ റൂമാണ് എന്നുള്ളത് കാണിക്കാനുള്ള ഒരു ഇൻഡെക്സ് ആണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് ആസ്കിങ് ഫോർ വിച്ച് ടൈപ്പ് ആണെന്നുള്ളത്. നമ്മളിപ്പോൾ റൂംസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കളർ സ്കീം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അല്ല, നമ്മൾ നെയിമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വെർഷൻ നെയിമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോൾ ഇറ്റ്സ് കാൽക്കുലേറ്റിംഗ്. ഇതിനകത്ത് കണ്ടോ, ഈ ബെഡ്റൂമിനുള്ളതെല്ലാം പച്ച കളറിൽ വന്നിട്ടുണ്ട്. കിച്ചൺ ബ്ലൂ കളറിലും, ലിവിംഗ് റൂം വേറൊരു കളറിലും, വർക്ക് ഏരിയ വേറൊരു കളറിലുമാണ് വന്നിരിക്കുന്നത്. രണ്ടും ഒരേ പേരായതുകൊണ്ട് ഈ 2 ബെഡ്റൂമും എന്ത് ചെയ്യുന്നു, ഒരേ കളറിലാണ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ആയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. അവിടെയാണ് നമുക്ക് കളർ സ്കീമിനെ നോക്കേണ്ടത്. അവിടെ നമുക്ക് ആർക്കിടെക്ചറിൽ പോവുക. ഈ റൂമിൻ്റെ അവിടെ തന്നെ, ഈ റൂമിൻ്റെ ഏരിയനുള്ള അടുത്ത് ഒരു ചെറിയ ഫ്ലാഗ് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ദർ ഈസ് എൻ കളർ സ്കീം. അതിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കാറ്റഗറി റൂംസ് ആണല്ലോ, അപ്പോൾ റൂംസ് സെലക്ട് ചെയ്യുക. നെയിം ബൈ നെയിമാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഏത് കളറാണെന്നുള്ളത് കാണുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ചേഞ്ച്. ഇപ്പോൾ ഈ ഒരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ കളർ വല്ലതുമാണ് നമ്മൾ ബെഡ്റൂമിന് കൊടുക്കുന്നത്. പിന്നെ കിച്ചന് ഓറഞ്ച്. ഓക്കെ, അതേപോലെ ലിവിംഗ് റൂം ഷുഡ് ബി ഇൻ ലൈറ്റ് ഗ്രീൻ, വോട്ടെവർ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഓക്കെ, വർക്ക് ഏരിയ ഓക്കെ, കളേഴ്സ് കൊടുത്തു, അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. ദെൻ ഇപ്പോൾ കണ്ടോ, നമുക്ക് എന്തൊക്കെയാണോ കളേഴ്സ് വേണ്ടത് ആ ഒരു കളറിലുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ബൈ നെയിം നമ്മൾ ഒരു കളർ സ്കീം ക്രിയേറ്റ് ചെയ്യുന്നതും അതിനെ അപ്ലൈ ചെയ്തിട്ട് ഇൻഡെക്സ് പ്ലേസ് ചെയ്യുന്നതും. ബൈ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. താങ്ക് യു.